ഈ സ്ഥലത്ത് നാം കാണുന്നത് ഒരു കൂടിക്കാഴ്ചയല്ല, മറിച്ച് രണ്ട് ഹൃദയങ്ങളുടെ ഒന്നിച്ചു ചേരലാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ധ്യാനിക്കുന്ന ഈ നിമിഷം രണ്ട് ധ്യാന ചിന്തകളിലൂടെ നാം കടന്നു പോകുകയാണ്. ആദ്യത്തേത് ദൈവഹിതത്തിന് കീഴ്പ്പെടൽ. ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ വാക്കുകൾ മറിയം ഒരിക്കൽ കൂടി ഓർത്തിട്ടുണ്ടാകാം. ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ പരിശുദ്ധ മറിയം നേരത്തെ തയ്യാറായിരുന്നു. മകന്റെ മുഖത്ത് നോക്കുമ്പോൾ മറിയം കാണുന്നത് ലോകരക്ഷയ്ക്കായി തന്നെ ബലിയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. മറിയം അവളുടെ ഹൃദയത്തിലെ വാൾ തുളച്ചു കയറുന്ന വേദനയെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ പൂർത്തീകരണം. ഈശോയ്ക്ക് തൻ്റെ അമ്മയുടെ മുഖത്തു കാണാൻ കഴിഞ്ഞത് തന്നെ തള്ളിപ്പറയുന്ന ജനക്കൂട്ടത്തെയല്ല, മറിച്ച് തന്നെ ആഴത്തിൽ സ്നേഹിക്കുന്ന, തന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ മനസ്സിലാക്കുന്ന ഒരേ ഒരു ഹൃദയത്തെയാണ്. പരിശുദ്ധ അമ്മയുടെ നിശബ്ദ സാന്നിധ്യം യേശുവിന് കുരിശുയാത്രയുടെ കഠിനമായ വേദനകളെ മറികടക്കാൻ ശക്തി നൽകി. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി, സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കുരമ്പു താണിറങ്ങി. ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും, കഥന പേരും കടലേ, ആരറിഞ്ഞാഴത്തിലതല്ലി നിൽക്കുന്ന നിന്മനോവേദന. നിൻ കണ്ണുനീരാൽ കഴുകേണമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിധിക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നാം ജീവിതത്തിലെ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ മറിയത്തെ പോലെ എല്ലാ കഷ്ടപ്പാടുകളും ദൈവഹിതമായി കണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? നാം മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് വലിയ ആശ്വാസമാകും. നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഹിക്കാനും
നമ്മെ സഹിക്കുന്നവരെ സ്നേഹത്തോട് ചേർത്തു പിടിക്കാനും ഈ നിമിഷം ഉറച്ച തീരുമാനമെടുക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.